അപ്പോൾ ഞങ്ങളിങ്ങനെ ഉമ്മർത്തിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരം വരണ ഒരു അതിഥീനെ കണ്ടത്. അപ്പോൾ അവനെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. നല്ല രസമാണ്. പക്ഷെ എന്നെ കണ്ടാൽ വരുമോയെന്ന് അറിയില്ല. അനിയത്തിനോടാണ് കേട്ടോ അവന് കുറച്ചുകൂടി ഇങ്ങനെ അടുപ്പം. അതുകൊണ്ട് എന്നെ കണ്ടാൽ വരുമോയെന്ന് അറിയില്ല. പോയി നോക്കാട്ടോ. അപ്പോൾ എല്ലാവരും വായോ. മാട്ടി കണ്ട ചോറും കറിയും വെച്ച് കളിക്കുകയാണ്. എന്തൊക്കെ കറിയായി മാൾട്ടി? ചോറ് എന്താ? അതെ, നമുക്ക് പോയി വെക്കലോ. ഇവൻ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരും കേട്ടോ. ആരാ വെച്ചാൽ മയിലാണ്. അപ്പോൾ അവന് ഞങ്ങളുടെ അടുക്കളയുടെ മേലെ കയറിയിരുന്നു കേട്ടോ. പിന്നെ കാണാനില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോയി വെക്കാണ്. അമ്മ ഇങ്ങനെ തൊടിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി വെക്കാണ്. വീഡിയോ എടുക്കാൻ. അപ്പോൾ അമ്മ പറഞ്ഞത് അപ്പുറത്ത് തന്നെ ഉണ്ടാവും, അങ്ങോട്ട് പോയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയി വെക്കാം കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പം പറഞ്ഞു അതിന് കുറച്ച് മിച്ചറൊക്കെ ഇട്ട് കൊടുക്കും, അപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് മിച്ചറൊക്കെ എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ ബാബാ വിളിക്കാൻ കേട്ടോ. അങ്ങനെ കുറേ നേരം വിളിച്ചപ്പോൾ വന്നു. ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല, പിന്നെ അപ്പം വിളിച്ചപ്പോഴാട്ടോ വന്നത്. എന്നാ ബിസ്ക്കറ്റ് എടുക്കുന്ന ഇട്ടുകൊടുക്ക്. അതെ, കയ്യിൽ കൊത്തി തിന്നുവോ? വയ്യാക്കി വീഡിയോ. നട ബാ ബാ. അപ്പം കൈ പിടിക്കുന്നു. അപ്പം പറയണത് കയ്യിൽ വെച്ച കയ്യിൽ നിന്ന് വന്ന് കൊത്തി തിന്നൊന്ന്. അനിയത്തി അങ്ങനെ കയ്യിൽ കൊടുക്കൂട്ടവള്. പക്ഷെ എനിക്ക് ഭയങ്കര പേടി വന്നിട്ട്. അപ്പം ഞാൻ അപ്പനോട് പറയണ കയ്യിൽ കൊടുക്കാൻ. പിന്നെ ഞാൻ നിലത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വേഗം വന്നു. ഈ സാധനം കണ്ടിട്ടാണോ? കോഴി നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് മൂപ്പര് വരാത്തത്. കോഴീനെ മൂപ്പർക്ക് ഭയങ്കര പേടി കേട്ടോ. പിന്നെ അപ്പന അതിനെ ആട്ടി വിടുന്നുണ്ട്. കോഴീനെ കാട്ടി വിട്ടു. അപ്പോൾ വന്നു കേട്ടോ. കോഴീനെ പേടിയാ? ബാടാ ബാ. അത് പേടിക്കണ്ട. തിന്നത് കുത്തിയിട്ട് പിന്നെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഇനി നോക്കുന്നുണ്ട്. പിന്നെ കോഴിയുണ്ട്, കോഴീനെ നോക്കുന്നുണ്ട്. ആൾ മൂപ്പര് പേടിച്ചിട്ടാട്ടോ തിന്നണത്. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ തിന്നപ്പോൾ പിന്നെ കുറച്ച് പരിചയമായിട്ടാ. പിന്നെ ആൾ പോയിട്ടില്ല, കുറേ നേരം നിന്ന് തിന്നു കേട്ടോ. ഇതൊക്കെ തിന്നോ? ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം. ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് കൊടുക്കത്തില്ല, അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. പിന്നെ വീഡിയോ എടുക്കാനാണോ ചക്ക? അല്ലാതെ എന്നെ പിടിക്കാനില്ല. അപ്പോൾ അതാ മാൾട്ടി അര പാക്കറ്റോളം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടാ. അത് മൊത്തം തിന്നു. അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. മാൾട്ടർ കയ്യത്തെ ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ മാൾട്ടർ പിന്നാലെ വിരൽ തുടങ്ങിയിട്ടത്. പിന്നെ മാട്ടി പേടിച്ചിട്ട് ഓടിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ താരം വന്നു, കോഴി ശത്രു. അതിൻ്റെ ശത്രു വന്നു. പിന്നെ അത് പോവാൻ നോക്കുകയാണ് കേട്ടോ. ഇനി മാട്ടത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ കോഴി തിന്നു, നിന്റെ മിച്ചറൊക്കെ. അരി തിന്നപ്പത്? അരി തിന്നോ? അരി തിന്നില്ല അത്ര കേട്ടോ. ആൾക്ക് ബേക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടം. മുറുക്ക്, മിച്ചർ, ബിസ്ക്കറ്റൊക്കെ. അതൊന്നും ചെയ്യില്ല. മുറുക്കില്ല അവിടെ, മിച്ചറും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാ. ഓണമെന്നില്ല ആൾക്ക്. അപ്പോൾ കുറച്ചുകൂടി മിച്ചർ ഇട്ട് കൊടുത്തുട്ടോ. പിന്നെ അതൊക്കെ വന്ന് തിന്നു ആള്. പിന്നെ അവിടെ നിന്ന് എടുക്കാം. ബാ, അത് തിന്നട്ടെ. അടക്ക് ദീ പോര്. എൻ്റെ ശത്രു വരുന്നുണ്ട് കേട്ടോ.
കോഴി വന്നു. അപ്പോൾ ആള് പതുക്കെ പോവാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഭയങ്കര പേടിയായിട്ട് തന്നെ കോഴീനെ. ശരിക്കും മയിലല്ലേ വലുത്, എന്താണോ കോഴീനെ പേടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മിച്ചർ അവിടെ കിടക്കുന്നുണ്ട്. അതാണ് പിന്നെയും വന്ന് 2 കൊത്തു കൊത്തുന്നത്. ഞാൻ കോഴീനെ ആട്ടി വിട്ടു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ പോവുകയാണ്. ഞാൻ ടാറ്റയെ കൊടുത്തു. ഇപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ആ പീലി ഇങ്ങനെ വിടർത്തി കാണിച്ചെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ആ പീലി ഒന്ന് വിടർത്തിനെങ്കിൽ എന്ത് രസാവൂലേ. പക്ഷെ അപ്പം പറയാം അത് മഴ ഉള്ള സമയത്ത് അത്ര പീലി വിടർത്തുള്ളൂ. മറ്റേക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. സുന്ദരൻ അങ്ങനെ പോയി അല്ലേ. അപ്പൊ നോക്കിക്കോട്ടോ, ഒരു രസമുണ്ട്. നമ്മുടെ ശത്രു വന്നു. കോഴീനെ പേടിയൊക്കെ. കോഴി ഭയങ്കര ദേഷ്യത്തിലാണ് വന്നത് മയിലിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് 2 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചേരം നോക്കിയിട്ടോ. പിന്നെ പതുക്കെ 2 അങ്ങോട്ട് നീങ്ങിപ്പോയി. വല്യപ്പൻ്റെ വീടാണത്. അങ്ങോട്ട് ആ പറമ്പേക്ക് പോയിട്ടാ 2 കോഴി ഇപ്പം കൊത്തുന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മയിൽ കൊത്തുന്ന് വെച്ചിട്ടാണോ എന്താണാവോ, അത് ഇങ്ങനെ അതിനെ കോഴീനെ തന്നെ നോക്കി നിന്നിരുന്നു കേട്ടോ കുറച്ചു നേരം. അങ്ങനെ 2 കൂടെ പിന്നെ പിരിഞ്ഞു. തല്ലൊന്നും ഉണ്ടായില്ല. 2 കൂടെ അങ്ങനെ അവരുടെ വഴിക്ക് പോയി പറയില്ലേ. ഇനി നാളെ വരും കേട്ടോ. ചിലപ്പോൾ മിക്കവാറും ദിവസം അങ്ങനെ തൊടി കൂടെ ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ആളിനി അങ്ങനെ പോവും. ഭയങ്കര രസമാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.